ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണിന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹാബിറ്റാറ്റ് എനർജിയെ കുറിച്ചാണ്, നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഹാബിച്വൽ ആയിട്ടുള്ള എനർജി പലപ്പോഴും അത് നെഗറ്റിവിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഹാബിറ്റാറ്റ് എനർജിയെ ഒരു പോസിറ്റീവ് തലത്തിലേക്ക് മാറ്റാൻ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് ഉപയോഗിക്കാം. സോ ഇന്ന് ഹൗ ടു ചേഞ്ച് ഹാബിറ്റാറ്റ് എനർജി ത്രൂ മൈൻഡ്ഫുൾനെസ് വിഷയം നമ്മോട് സംസാരിക്കുന്ന ആന്റണി സാറാണ്. ഇന്ന് 109ാമത്തെ ദിവസമാണ് മൈൻഡ്ഫുൾനെസ്സുമായി സാർ നമ്മുടെ മുമ്പിൽ വരുന്നത്. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം മൈൻഡ്ഫുൾനെസ് ആൻഡ് ബ്രേക്കിംഗ് ഹാബിറ്റ് എനർജി എന്നുള്ളതാണ്. നമ്മൾ പ്രായമാകുന്നത് അനുസരിച്ച് പുതിയ പുതിയ ഹാബിറ്റുകൾ നമ്മൾ ഫോം ചെയ്യപ്പെടും. നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ ചിലത് നമ്മൾ അറിയുന്നുണ്ട്, ചില ഹാബിറ്റുകളെ കുറിച്ച്, അല്ലെങ്കിൽ ചില ഹാബിറ്റുകൾ ഫോം ചെയ്യപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. കാരണം നമ്മളുടെ ശൈശവത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഓർമ്മയില്ലാത്ത അവസരത്തിലായിരിക്കാം ചില പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഹാബിറ്റുകൾ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നീട് പ്രായമാകും തോറും അത് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ഹാബിറ്റുകൾ നമുക്കുണ്ടാകും. ഓഫ് കോഴ്സ് നല്ല ഹാബിറ്റുകൾ എന്ന് പറയുന്ന അതും ഉണ്ടാകും. പക്ഷെ വൈകാരികമായിട്ടുള്ള പല ഹാബിറ്റുകളും നമ്മൾ പല ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫോം ചെയ്യും. ഉദാഹരണമായിട്ട് പഠിക്കുന്ന കാലത്ത്, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ സ്കൂൾ ആ സമയത്തുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ചില ഹാബിറ്റുകൾ ആയിരിക്കില്ല കോളേജിലെത്തുമ്പോൾ. കോളേജിൽ കഴിഞ്ഞ് നമ്മൾ ഒരു ജോലി സ്ഥലത്തെത്തുമ്പോഴായിരിക്കും നമുക്ക് പുതിയ പുതിയ വൈകാരികമായിട്ടുള്ള കൂടുതൽ സംഘട്ടനങ്ങൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അപ്പോഴേക്കും നമ്മൾ ആ ജോലി സ്ഥലത്തുള്ള നമ്മളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ആ ഇടപെടലിനനുസരിച്ച് ചില ഹാബിറ്റുകൾ നമ്മൾ ഫോം ചെയ്യപ്പെടും. എസ്പെഷ്യലി നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷണൽ തലങ്ങളിൽ. കുറെ കൂടി പ്രായം ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾക്ക് പുതിയതായിട്ടുള്ള ഇതുണ്ടാകും. ഉദാഹരണമായിട്ട് കുറെ കാലം ഒരുമിച്ച് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യയ്ക്ക് തോന്നുകയാണ് ഇയാൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. ഒരുപക്ഷെ അത് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ ആ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള ചില വ്യത്യാസങ്ങളായിരിക്കും ഇമോഷണൽ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് പഴയ സ്നേഹം കിട്ടുന്നില്ലെന്ന് പറയാം. ഈവൻ ഭർത്താവിന് തിരിച്ചു പറയാം, അല്ലെങ്കിൽ മക്കൾക്ക് പറയാം, അല്ലെങ്കിൽ ഒരു പിതാവിനോ മാതാവിനോ പറയാം, എന്നെ മകനോ മകളോ അല്ലെങ്കിൽ എൻ്റെ മക്കൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അത് അവരുടെ ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വൈകാരികമായിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാകുന്നത്. അത് മുഴുവൻ അങ്ങനെയാണെന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ് പുതിയതുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ മരിക്കുന്നതിനും വരെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ ഹാബിറ്റുകൾ നമുക്ക് ഇമോഷണൽ ആയിട്ട് തന്നെ നമുക്കുണ്ടാകാം. ഇനി നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഹാർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീഷേപ്പിംഗ് അവർ ഹാബിറ്റ് ആണ്. അതാണ് അത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഹാബിറ്റുകൾ നമ്മൾ അറിയാതെ നമ്മളുടെ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊന്ന് അറിഞ്ഞ് ആ ഹാബിറ്റിനെ നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണം. പുതിയതായിട്ടുള്ള നമ്മളുടെ ഒരു ചിന്താഗതി, പ്രത്യേകിച്ച് വൈകാരികമായ തലത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അറിയണം, അല്ലേ? നമ്മള് രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ തലമുടി എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ ഇതെന്താണ് എന്നുള്ളത്. അപ്പൊ ഇന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു കണ്ണാടി വേണം, നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പ്രതലമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിയുന്നു, അവബോധമുള്ളവരാകുന്നു, ആ സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ക്ലാസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് നമ്മളുടെ ഹാബിറ്റ് എനർജിയെ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്നത്, മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് നമുക്ക് അംഗീകരിക്കാതിരിക്കാം, നീന്റെ രീതിയിൽ ഉള്ള നിന്റെ ചിന്താഗതി മാറ്റണം, അല്ലെ സ്വഭാവം മാറ്റണം എന്നുള്ളതിനെ കുറിച്ച്
അത് നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ എനിക്ക് തന്നെ തോന്നുന്നു ഒരുപക്ഷെ ഉദാഹരണമായിട്ട് നമുക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആ തോട്ട് പാറ്റേൺസ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കില് ചിലപ്പോൾ അത് നമ്മളെ വളരെയേറെ ശല്യം ചെയ്യും. ഇത് വേണ്ട എന്ന് നമുക്ക് തോന്നുന്ന ഒരിതുണ്ടാകും. പക്ഷേ അത് ആ ഹാബിറ്റ് എനർജി കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഊർജ്ജം നമുക്ക് കിട്ടുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നായതുകൊണ്ട് അത് മാറ്റണമെങ്കിൽ അത് എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്? അതിനുള്ള പ്രായോഗികമായ ഏതാനും നിർദ്ദേശങ്ങളാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹാബിറ്റ് എനർജി ഇൻ മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ്സിൽ ഹാബിറ്റ് എനർജിയുടെ സ്ഥാനം എന്താണ്? പിന്നെ എന്താണ് മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആൻഡ് ദെൻ ഇത് ഈ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഹാബിറ്റ് എനർജി എന്തുമാത്രം ശക്തമുള്ളതാണ് നമ്മൾ അറിയാത്ത ഈ എനർജി എന്തുമാത്രം ഊർജം നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ രീതികളിലേക്ക്, പെരുമാറ്റ രീതികളിലേക്ക്, ചിന്താഗതികളിലേക്ക് ഇത് തള്ളിവിടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഏതാനും മറ്റെന്തെങ്കിലും നമ്മൾ മാറ്റണമെന്നുള്ളതിനെ പറിച്ചു മാറ്റണം അല്ലെങ്കിൽ അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സാമ്പിൾസ് ഓഫ് അപ്രൂട്ടിങ് എന്നുള്ളതാണ്. ഹാബിറ്റ് എനർജി മൈൻഡ്ഫുൾനെസ് മീൻസ് നമ്മളുടെ അൺകോൺഷ്യസ്, നമ്മളുടെ അപബോധ മനസ്സുകളിലുള്ള പാറ്റേൺസ് ഓഫ് തോട്ട്സിനെയാണ് ഈ ഹാബിറ്റ് എനർജി എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയാതെയാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം നമ്മൾ അറിയാത്ത ആ ചാറ്ററിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾ ആകാൻ സാധിക്കുന്നില്ല. ഉദാഹരണം, നമ്മൾ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ ഒരു സിനിമയോ ടിവിയോ എന്തെങ്കിലും കാണുന്ന സമയത്തും അവിടെയും ട്രിഗർ ഉണ്ടാകും, അല്ലെങ്കിൽ അത് നമ്മൾ അവിടെ മുഴുകിയിരിക്കും. അത് കഴിയുമ്പോഴാണ് പലപ്പോഴും ഇന്നത്തെ വാർത്ത എന്താണ്, ഇപ്പൊ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും അടുത്തിരുന്ന ആളോട് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം അവർ വേറെ ഏതോ ലോകത്താണ്. അവർ ആ അൺകോൺഷ്യസിന്റെ ആ പ്രവർത്തനം കൊണ്ട് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ പാറ്റേൺസ് ഓഫ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു വിത്തൗട്ട് അവയർനെസ്. അതാണ് ഹാബിറ്റ് എനർജി എന്നതുകൊണ്ട് മൈൻഡ്ഫുൾനെസ്സിൽ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റ് എനർജി ഇപ്പൊ എന്തൊക്കെയാണ് എന്ന് പെട്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ, ഓവർ തിങ്കിങ്, ആവശ്യമില്ലാതെ കണ്ടമാനം ചിന്തിച്ചു കൂട്ടുക. ദെൻ സ്ക്രോളിംഗ് സോഷ്യൽ മീഡിയ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. 50, 60, 70 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് പുതിയതായി ലഭിച്ച ഒരു ഹാബിറ്റാണ് സ്ക്രോളിംഗ്. നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ നെർവസ് ആകുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യും. അതല്ല, വെറുതെ ഇരിക്കുമ്പോഴും ഒന്നും ചെയ്യാൻ നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ആ അവയർനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെ സമയം മാറ്റുന്നതിന് വേണ്ടി, സമയം കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇതൊരു പുതിയ ഹാബിറ്റാണ്. റിയാക്ടിങ് വിത്ത് ആങ്കർ, ദാറ്റ്സ് അനദർ ഇമോഷണൽ ഹാബിറ്റാണ്. നെഗറ്റീവ് സെൽഫ് ടോക്ക്, ദെൻ ഇമോഷണൽ ഈറ്റിംഗ്. ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഭക്ഷിക്കാറുണ്ട്. അവരുടെ ഉദാഹരണമായിട്ട് ചിലപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ചില കുടുംബങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വളരെയേറെ ഉലച്ചിലുണ്ടാകും. ഉദാഹരണമായിട്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഭാര്യയും ഭർത്താവും എപ്പോഴും തന്നെ കലഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് കൂടുതൽ തടിയുള്ളവരായിരുന്നു. കാരണം ആ മക്കൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയല്ല. അവരുടെ ഈ ഭാര്യയുടെ മാതാപിതാക്കന്മാരുടെ ആ ഫൈറ്റിംഗിൽ ഇവർക്ക് ഇടപെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ പറ്റില്ല. അവർ കുട്ടികളായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അവര് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവയർ ആകാതെ കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അവർക്ക് കൂടുതൽ തടിയുള്ളവരായിട്ട് മക്കൾ ഇങ്ങനെ വരാറുണ്ട്. ഇതൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്, ഇമോഷണൽ ഈറ്റിംഗ്. ഇനി ചില ആളുകള് മക്കൾക്കുണ്ടാകാം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുണ്ടാകാം, ഭാര്യയ്ക്കുണ്ടാകാം, ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള മൈൻഡ്ഫുൾ ആയിട്ട് പിന്നെ അവർ കൂടുതൽ കഴിക്കും. അവർ കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് അവർ ചിലപ്പോൾ അറിയാതെ പോകും. അവോയ്ഡിങ് അൺകംഫർട്ടബിൾ ഫീലിങ്സ്, എന്തെങ്കിലും നമുക്ക് അത്ര സുഖകരമല്ലാത്ത വരുമ്പോഴേക്കും അതിനെ സപ്രസ് ചെയ്യും, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതിനെ സ്വീകരിക്കാനല്ല നമ്മൾ നോക്കുക. സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അവധാനപൂർവ്വം അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ദെൻ അടുത്തത് റിവെഞ്ച് ആണ്. അതിങ്ങനെ എപ്പോഴും തന്നെ നമുക്ക് വരും. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചോ എന്തിനോട് എന്തെങ്കിലും നമുക്ക് നോക്കുമ്പോഴേക്കും റിവെഞ്ച് ചെയ്യണം, അല്ലെ സ്റ്റബേർനെസ് നമുക്ക് തോന്നും.
റിസെന്റ്മെന്റ്, പ്രൈഡ്, വാനിറ്റി, എൻവി, ഫിയർ, ആൻസൈറ്റി, പ്രഷർ ടു ക്രിയേറ്റ് എ ഗുഡ് ഇമേജ്. അതൊരു ഇമോഷണൽ ഹാബിറ്റ് ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഹാബിറ്റ് എന്താണ്? എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ നല്ല ഒരു ഇമേജ് ഉണ്ടാക്കണം. ആ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പല സാക്രിഫൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തി അവസാനം ലോഡ് ഓഫ് എനർജി, നമ്മളുടെ ഇമോഷണൽ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതല്ല. അത് ഒരിക്കലും എല്ലാവരെയും സുഖിപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ നല്ലവനാകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം ഉദാഹരണമായിട്ട് ആരാണ് നല്ലവൻ, ആരാണ് ചീത്ത, ഇതെല്ലാം നമ്മളുടെ ഈ നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡിനെ അനുസരിച്ചാണ് നമ്മൾ വിധിക്കുന്നത്. നമ്മുടെ എത്തിക്കൽ വാല്യൂസിനെ അനുസരിച്ചാണ് നമ്മൾ വിധിക്കുന്നത്. നമ്മളെപ്പോഴും എനിക്ക് എന്ത് താല്പര്യമുണ്ടോ അതിനോടൊത്ത് വരുന്നവരാണ്, അവനാണ് നല്ലവൻ. ഇപ്പം മദ്യപാനികളായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചേരുന്നില്ലെങ്കിൽ, മദ്യപിക്കുന്നില്ല അല്ലെങ്കിൽ അത് ചേരുന്നില്ലെങ്കിൽ അവൻ പോക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വാക്ക് പറയും. ചീട്ടുകളിക്കാരുടെ എവിടെയാണ്, അല്ലെങ്കിൽ ചൂതാട്ടം അവൻ കൂട്ടുകൂടുന്നു ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ നല്ലവൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവർക്ക് എന്താണ് കൂട്ടുകാരനാകാം. അല്ലെങ്കിൽ നമ്മള് കുടുംബത്തില് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നല്ലവനാകാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലവളാകാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മള് നല്ലവനാണ്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. മാതാപിതാക്കന്മാർ പറയും ബി എ സ്മാർട്ട് ബോയ് ഓർ എ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് കൊണ്ട് അവരത് എന്താണ് മാതാപിതാക്കന്മാർ പറയുന്നുള്ള ആ നോം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തില് അവർ ഒത്തിരി ഇവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ട് അവിടെ അവൻ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയല്ല എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ബയസ്ഡ് പെരുമാറ്റം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ കുഞ്ഞിങ്ങനെ ഒത്തിരി ശ്രമിച്ചുകൊണ്ടിരിക്കും. ലോങ്ങിങ് ഫോർ ദി ഐഡിയൽ അടുത്തത് ഇതാണ്. അതും ഇതിനോട് ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് ഞാൻ ഏറ്റവും മാതൃകാപരമായ ഒരു ഭാര്യയാണ്, ഭർത്താവാണ്, പിതാവാണ്, അല്ലെങ്കിൽ ജോലിക്കാരനാണ്, ബോസാണ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയലായിട്ട് അതിന് ഒരു വളരെയേറെ എനർജി നമ്മൾ കളയും. എന്തുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് ഈ സമയത്ത് നമ്മുടെ ഹാബിറ്റ് എനർജിയെ നമുക്ക് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു എനർജിയെ അല്ലെങ്കിൽ ആ ഹാബിറ്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഹാബിറ്റ്സിനെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നിങ്ങൾക്ക് നാട്ടിൽ ഇരുട്ടായി, 7 മണിയായി അല്ലേ? ഇരുട്ടായി എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ 8 മണി 9 മണിയാകുമ്പോൾ നമുക്ക് ഇരുട്ടാണ്, പുറമേ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഇവിടെയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം. അപ്പൊ എന്താണ് നമ്മൾ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ ഒരു കാര്യം കാണുന്നു, അതേസമയം ഇരുട്ടാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഹാബിറ്റ്സിനെ കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവന്ന് അതേക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാകുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത്. മറ്റുള്ള ഏതിനേക്കാളും ഒരുപക്ഷെ നല്ലതെന്ന് ഞാൻ പറയുന്നു, എന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇത് നമ്മളെ അവെയർ ആക്കുകയാണ്, നമുക്ക് ഒരു വെളിച്ചം നൽകുകയാണ് നമ്മൾ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതുമാണ്. ദെൻ ഹൗ ടു റെക്കഗ്നൈസ് എ ഹാബിറ്റ് എനർജി. ഇനി എങ്ങനെയാണ് അതിന്റെ പ്രായോഗിക തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു ഹാബിറ്റ് എനർജി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഓക്കെ, നോട്ടീസ് മൊമെന്റ്സ് ഓഫ് ഓട്ടോമാറ്റിക് തിങ്കിങ്. നമ്മൾ അറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഉദാഹരണം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് അങ്ങനെ ഈ ചിന്ത ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഹാബിറ്റ് എനർജി നമ്മളിലുണ്ട്, ഇമോഷണൽ ഹാബിറ്റ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഇത് പോകുന്നത് അവനവന് തന്നെ കണ്ടെത്തി അവനവൻ തന്നെ അവനവന്റെ ഗുരുവായിത്തീരുന്നു. അതുപോലെ തന്നെ അവനവൻ തന്നെ അവനവന്റെ പാകതയം നിർണ്ണയിക്കുന്നു. മറ്റുള്ളവരല്ല പറയുന്നത് നീ ഇത് മാറ്റണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒക്കെ എനിക്കിത് മാറ്റണം, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ട് വരുന്നുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെന്റെ കുടുംബ ജീവിതത്തെ, അല്ലെങ്കിൽ എന്റെ ജോലിയെ, അല്ലെങ്കിൽ എന്റെ സമൂഹത്തിലുള്ള ആ നിലവാരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്റെ ആ പെരുമാറ്റങ്ങൾ ഇതെല്ലാം മാറ്റേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങിൽ നിന്ന് നമുക്കതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുക. ഇതിനടുത്ത് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ റിയാക്ഷൻ, ഈ രീതിയിലുള്ള ഒരു ഇമോഷണൽ റിയാക്ഷൻ എന്റെ ഹാബിറ്റാണോ അതോ എനിക്ക് പെട്ടെന്ന് സംഭവിച്ചതാണോ? ഒന്നും അറിയാത്ത ഒരു നിമിഷത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രിഗർ നമ്മളിൽ ഉണ്ടാകും. ഒരുപക്ഷെ ഒരു വ്യക്തിയെ കുറിച്ചാകാം, അയാൾ പറഞ്ഞ വാക്കുകളെ കുറിച്ചാകാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു
ഇതിൽ എന്താണ് പ്രൊവക്കേഷൻ ആകാം, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകുന്നത് എന്റെ ഹാബിറ്റ് ആണോ, അതോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാം. അടുത്തത് നെയിം ഇറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഡിപ്രഷൻ ആയിരിക്കും, നമുക്ക് വറി ആയിരിക്കാം, ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ആങ്കർ, എൻവി, പ്രൈഡ്, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, മറ്റുള്ളവരോട് ചോദിക്കേണ്ട വാട്ട് ഈസ് ഗോയിങ് ഓൺ. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ ഒരു നല്ല വാർത്ത കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അസൂയാണ് തോന്നുന്നു, അവനത് ഉണ്ടായല്ലോ എന്ന് കരുതുന്നെങ്കിൽ എന്താണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അസൂയ തോന്നുന്നുണ്ട്, സോ നെയിം ഇറ്റ്. അല്ലെ എനിക്കിപ്പോൾ വറി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയം തോന്നുന്നുണ്ട്, ഇങ്ങനെയുള്ളതിനെ നമുക്ക് നെയിം ഇറ്റ് ആൻഡ് ടൈം ഇറ്റ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിന്റെ നമ്മുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ലേഖനം ഞാൻ പണ്ട് ഇട്ടിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നുകൂടി നമ്മളുടെ സാറിന്റെ ഈ ഗ്രൂപ്പിൽ ഞാൻ അത് റീപോസ്റ്റ് ചെയ്യാം. അതായത് പേര് ചൊല്ലി വിളിക്കുക, അതുപോലെ തന്നെ നമ്മൾ ടൈം ഇറ്റ് എന്നുള്ളതാണ് അതിന്റെ ഇത്. അതില് പ്രത്യേകിച്ച് നമ്മളുടെ വികാരങ്ങളെ നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ശാസ്ത്രീയമായ വശമാണ്. ചെറിയൊരു ലേഖനമാണ്. ഞാനത് ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇട്ടിരിക്കാം. അടുത്തത് ബ്രീത്ത് ആൻഡ്. ഓക്കെ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഭയം വരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമോഷണൽ ഹാബിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്റെ കുറ്റമാണെന്നോ, അല്ലെങ്കിൽ എന്നെ തന്നെ ശപിക്കുക, എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം ബ്രീത്ത് ആൻഡ് ഗീവ് യുവർസെൽഫ് എ കമ്പാഷൻ വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ഞാൻ മോശക്കാരനാണ്, മോശക്കാരിയാണെന്നുള്ള ചിന്തകളെ കൂടുതൽ നമ്മള് എന്താണ് നമ്മൾ ഇന്നത്തെ നമ്മൾക്ക് എല്ലാവരും തന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പഠിച്ചാണ്. സോ ടേക്ക് 1 or 2 or 3 or 5 ഡീപ്പ് ബ്രത്ത്, ഓർ 4, 7, 8 ഓർ വാട്ടെവർ, ഒരു ആ ബ്രീത്തിങ്ങിന്റെ ആ അവയർനെസ്സിലേക്ക് പോകുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ ദ റൂട്ട് കോസ് ഓഫ് ഹാബിറ്റ് എനർജി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ അറിയുമ്പോഴും അറിയാതെയും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്താണ്? അൺഹീൽഡ് വൂണ്ട്സ് ഉണ്ടാകും. നമ്മൾ അറിഞ്ഞിട്ടില്ല, അത് നമ്മൾ ഹീൽ ചെയ്തിട്ടുമില്ല. അത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലും ഒരു ശിശു ജനിച്ച് വീഴുന്ന ആ സമയം മുതൽ അത് വലുതായി നമ്മളിപ്പോഴൊക്കെ ഏത് പ്രായത്തിലിരിക്കുന്നു ആ സമയം വരെയുള്ള നമ്മളുടെ ആ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഹീൽ ചെയ്യപ്പെടാതെ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സിറ്റുവേഷനിലല്ല നമ്മൾ വളർത്തപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസ് ഉണ്ടാക്കും. ദെൻ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്. നമുക്കുണ്ടായിട്ടുള്ള കണ്ടീഷനിങ്ങിലൂടെ ശീലാവിധേയത്വമാർന്ന നമ്മുടെ ആ എന്താണ് നമ്മളെ എങ്ങനെയാണോ വളർത്തിയത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു. ഉദാഹരണം, കൾച്ചറൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബിലീഫ്സ്, ദെൻ ആൻസെസ്ട്രൽ പാറ്റേൺസ് ഉണ്ടാകും. നമുക്ക് അപ്പനപ്പൂപ്പന്മാരായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ പാറ്റേൺസ് ഓഫ് തോട്ട്സ് ഉണ്ടാകും, ബിഹേവിയർ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് കുടുംബപരമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് റിലീജിയസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അതിങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് നമ്മളുടെ അൺകോൺഷ്യസ് ലെവലില് നമ്മളുടെ അവബോധ മനസ്സിൽ അത് ഗാഠമായിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇപ്പൊ നമ്മളുടെ ഉദാഹരണം പറഞ്ഞ ജാതീയമായ വ്യവസ്ഥകൾ, സവർണർ, അവർണർ, അല്ലെങ്കിൽ നമ്മള് വിദേശത്തൊക്കെ ആണെങ്കിൽ കറമ്പനും വിളുമ്പനും ഇങ്ങനെയൊക്കെയുള്ള വംശീയമായിട്ടുള്ള ഇത്, അതിന്റെ പേരിൽ വെറുതെ വിദ്വേഷം ഉണ്ടാക്കുന്നവരുണ്ട്. അത് അവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരനാണ്. ഇതിപ്പം വിദേശത്ത് താമസിക്കുന്ന എനിക്കറിയാം, ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ആ പ്രിജുഡീസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ ഹാബിറ്റ്സ് കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വംശീയമായ രീതിയിലൊക്കെ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമുക്കൊരു ഇമോഷണൽ ഹാബിറ്റിനെ അല്ലെങ്കിൽ ആ എനർജിയെ നമുക്ക് മാറ്റാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി ഒരു പുതിയ, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈകാരികമായി പ്രതികരിക്കാത്ത ഒരു ഹാബിറ്റിന്റെ ഇതിലേക്ക് പോകാൻ സാധിക്കുന്നത്? ഒന്നാമത്തേത്, ക്ലാരിഫൈ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നമ്മളൊന്ന് ഓർക്കുക, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അത് ഒരു സുപ്രധാനമായ ചോദ്യം. ഞാൻ എന്താണ്, എൻ്റെ വാല്യൂ എന്താണ്, എൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ മീനിങ് എന്താണ്? മീനിങ് വലിയ മീനിങ് ഒന്നും ആകണ്ട. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് എനിക്ക് പ്രധാനമായത്? ഈ വളരെ
ആളുകൾ വിചാരിക്കുന്ന പോലെ രാഷ്ട്രീയമാണോ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണോ, സമൂഹത്തിൽ കാണുന്ന എല്ലാത്തിനെയും നമ്മൾ ജഡ്ജ് ചെയ്യുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ സ്വയം കണ്ടെത്തുക. അതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ഓക്കെ, ദെൻ ഐഡന്റിഫൈ ദി ഹാബിറ്റ്സ് ദാറ്റ്, ഇനി നമുക്ക് അത് ഒരു സന്തോഷകരമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഏറ്റവും ആഴത്തിലുള്ള നമ്മളുടെ ആ നല്ല ഗുഡ് ഇന്റൻഷൻ ഓടുകൂടി ജീവിക്കാൻ അനുദിന ജീവിതത്തിൽ, ഒരു ദിവസം അല്ല, അനുദിന ജീവിതത്തിൽ ജീവിച്ചു പോകാൻ നമ്മുടെ നമ്മളെ സഹായിക്കാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പിടിച്ചു മാറ്റുന്ന, നമ്മളെ നിർബന്ധിക്കുന്ന ആ കാര്യങ്ങൾ എന്താണ്, എനിക്ക് എന്തുകൊണ്ട് എന്റെ എന്റെ ഇന്റൻഷൻ, ഗുഡ് ഇന്റൻഷൻ, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള പർപ്പസ്, മീനിങ്, ഇതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ഹാബിറ്റ്, ഇമോഷണൽ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ആ എനർജി ആണുള്ളത്. ഓക്കെ, ഞാൻ പ്രധാനമായിട്ടും ഇപ്പൊ സംസാരിച്ചു പോകുന്നത് ഇമോഷണൽ ഹാബിറ്റിനെ കുറിച്ചാണ്. പക്ഷെ അത് ഓടൊപ്പം തന്നെ മറ്റു ഹാബിറ്റ്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അതിലല്ല ഫോക്കസ് ചെയ്യുന്നെന്ന് മാത്രം. ദെൻ നമ്മുടെ ചിന്തകള്, നമ്മുടെ ആക്ഷൻസ് മൊമെന്റ് ടു മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. കാരണം ഒരു ഏർലി വാർണിംഗ് പോലെയാണ്. ചില ലോകത്തുണ്ടാകുന്ന ചില കാര്യങ്ങള് മനുഷ്യർക്ക് ഇതുവരെ, ഇപ്പൊ ഉദാഹരണം ഭൂമി കുലുക്കം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവില് അതിന് നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ കാലാവസ്ഥ, അല്ലെങ്കിൽ മറ്റതുപോലുള്ള കാര്യങ്ങളൊക്കെ പലതും മുൻകൂട്ടി അറിയാം. ഇപ്പോൾ ഒരു സൈക്ലോൺ വരുന്നുണ്ട്, അല്ലെ ടൊർണാഡോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബംഗാളിൽ ഡിപ്രഷൻ ഉണ്ടായി, ഉൾക്കടലിൽ, അപ്പോഴത്തേക്കും നമുക്ക് മഴ വരും, കാറ്റ് വരും എന്നൊക്കെ പറയാനുള്ള, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തോട്ട്സ് പാറ്റേൺസ് മൊമെന്റ് ടു മൊമെന്റ് അവയർനെസ്സിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ എങ്ങനെയാണ് ഒത്തൊരുമിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് കിട്ടുക. ഓക്കെ, ടേക്ക് എ ഫ്യൂ മൊമെന്റ്സ് ആൻഡ് സ്ലോ ഡൗൺ എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ പല ആളുകൾ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ചില ആളുകൾ പ്രത്യേകിച്ച് കൂടുതൽ വ്യഗ്രത കാണിക്കുന്നവരാണ് ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ഇപ്പം എന്താണ് പഞ്ച്വാലിറ്റി, ഉദാഹരണമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പഞ്ച്വാലിറ്റി നമുക്ക് വേണം. പക്ഷെ അത് കുറെ കൂടി സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അതേസമയം സ്ലോ ഡൗൺ ചെയ്ത് മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ ഊർജ്ജം നമുക്ക് കിട്ടും ഒരു കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. സ്ലോസ് ഡൗൺ വാട്ടെവർ, എന്തോ ഒരു കാര്യം നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നത് അത് സ്പീഡപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. എങ്ങനെയാ സ്പീഡപ്പ്? നമ്മൾ കാർ ഓടിക്കുന്ന സ്പീഡോ അല്ലെ മറ്റുള്ള സ്പീഡോ മീറ്ററോ നോക്കുന്നല്ല ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നമ്മൾ ഈ വ്യഗ്രത വിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ സമയം സാവകാശത്തോടു കൂടി ചെയ്യുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് തന്നെ സ്പീഡപ്പ് ചെയ്യുകയും ചെയ്യും. ദെൻ ക്ലോസ് യുവർ ഐസ് ആൻഡ് ബ്രീത്ത് ഡീപ്ലി. മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ടൈം ടു ടൈം ഓർ മൊമെന്റ് ടു മൊമെന്റ് അവയർനെസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതലായിട്ട് എനർജി കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ വൈകാരികമായിട്ട് ഒത്തിരി നമ്മൾ ക്ഷോഭിക്കുന്നില്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഭയങ്കര തിടുക്കങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാതെ നമുക്ക് ശാന്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് ആസ്ക് യുവർസെൽഫ്, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഏത് തരത്തിലുള്ള, ഇപ്പം ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഓവർ തിങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ വെറുതെ വറി ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാതെ ഫാന്റസിയിൽ പോകുന്നു, അല്ലെങ്കിൽ മെന്റൽ ചാറ്ററിങ് ഉണ്ട്, എൻവി ഉണ്ട്, എന്ത് കേട്ടാലും മറ്റുള്ളവരോടുള്ള എൻവി, ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്നെ ഏറ്റവും കൂടുതലായിട്ട് കൂടുതൽ സമയം എന്നെ സെർവ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇത് എത്ര കാലമായി, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മളോട് തന്നെ ചോദിക്കുക, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഹാബിറ്റ് ഓഫ് ഇമോഷണൽ ഹാബിറ്റ് നമുക്ക് എങ്ങനെ നമ്മളുടെ ശാരീരികം, വൈകാരികം, മാനസികമായിട്ടുള്ള തലങ്ങളെ എങ്ങനെ ഇത് ബാധിക്കുന്നുണ്ട്. ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അത് നെഗറ്റീവായിട്ട് നമ്മളുടെ ജീവിതത്തെ ബാധിക്കും. ഇപ്പം ഫിസിക്കൽ എനർജി നമുക്കില്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ആൻഡ് മെന്റൽ ആയിട്ട് നമുക്ക് എനർജി നമുക്ക് കിട്ടാതെ പോകുന്നു. ഇനി ഇമോഷണൽ എനർജി ഇല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ടും അതുപോലെ മെന്റൽ ആയിട്ടും പോകും. ഈ മെന്റൽ ആയിട്ടുള്ള ഇതെല്ലാം പരസ്പരം പൂരിതമാണ്, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതേക്കുറിച്ച് നമ്മൾ ഒരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് തന്നെത്താൻ അത് കണ്ടുപിടിക്കാൻ സാധിക്കണം. Then the last one is what would I like to feel instead? ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? ഉദാഹരണമായിട്ട് എന്ത് കേട്ടാലും നമ്മൾ പ്രതികരിക്കുന്നു, നെഗറ്റീവായിട്ട്, ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കുന്നു.
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് അസൂയ തോന്നുന്നു. ഇതുകൊണ്ട് എന്താണ് എനിക്ക് ഗുണമുള്ളത്? അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അവരെ അംഗീകരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇതിന് പകരം എന്ത് ചെയ്യാൻ സാധിക്കും? സോറി. ഓക്കെ. ഉദാഹരണമാണ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂസ് സ്റ്റോറി, ഒരു വേൾഡിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സ്റ്റോറി കേൾക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ സംസ്ഥാനത്തെ ആയിരിക്കാം, നാഷണൽ ആയിട്ടുള്ളതായിരിക്കാം, ലോകത്തെ ഉള്ളതായിരിക്കാം. എന്തെങ്കിലും ആകട്ടെ, യുദ്ധമാകട്ടെ, മറ്റെന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഉദാഹരണമായിട്ട് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടോ ആ നേതാവിനോട്, അല്ലെങ്കിൽ ആ സംഭവങ്ങളോട്, ഇതിന്റെ പിന്നിലുള്ളവരോട് നമുക്ക് ദേഷ്യമാണ് തോന്നുന്നത് എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇമോഷണൽ ഹാബിറ്റിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷണൽ ഹാബിറ്റിന്റെ അടിമകളാണെന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താം. നമുക്കൊരു കാര്യം കാണും, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അവിടെ മോറൽ സ്റ്റാൻഡേർഡ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നെങ്കിൽ, അതിനു വേണ്ടി ഞാൻ ദേഷ്യപ്പെടുന്നെങ്കിൽ, ആ നേതാവിനെ ശരിയാക്കണമെന്ന് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാളെ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കൊള്ളരുതാത്തവനെന്ന് വിളിക്കുന്നെങ്കിൽ, അതെന്റെ ധാർമ്മികമായിട്ടുള്ള ആ നിയമത്തിന്റെ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിന്റെ ലെവലിലാണ്. നമ്മൾ എത്തിക്കലിലേക്ക് പോകുന്നില്ല. ഈ രീതിയിൽ തന്നെയാണ് നമ്മളും വിധിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് വിധിക്കപ്പെടുന്നതുകൊണ്ട് എനിക്കാണ് പ്രശ്നം വരുന്നത്, അല്ലാതെ അയാൾക്കല്ല. ഇപ്പം ഏതെങ്കിലും ഒരു ലോക നേതാവിനെ പറ്റി ഞാൻ എന്തെങ്കിലും ചീത്ത വിളിക്കുകയോ എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ അത് അറിയുന്നുണ്ടോ? അയാൾക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്റെ എനർജിയാണ് പോകുന്നത്. Then notice the sensations. ഇനി ഇങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ഫീലിങ്സിന് അല്ലെങ്കിൽ ഇമോഷൻസിനനുസരിച്ച്, തോട്ടിനനുസരിച്ച് എന്ത് മാറ്റം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് പെട്ടെന്ന് ഒരു തലവേദനയോ അല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ ഉള്ളവർക്കാണെങ്കിൽ അത് ചിലപ്പം കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ എന്താണ്, നമ്മുടെ വയറ്റിലായിരിക്കും, നെഞ്ചുവേദനയായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ളത് ഉണ്ടാകും. നമ്മളുടെ ഓരോ ജഡ്ജ്മെന്റ്, നമ്മളുടെ ആ ഇമോഷൻസിന്റെ മാറ്റം അനുസരിച്ച് അത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത്, വാട്ട് ഇമോഷൻസ് ഓർ മൈൻഡ് സ്റ്റേറ്റ്സ് ഡു യു എക്സ്പീരിയൻസ് വെൻ യു ഫീൽ ട്രിഗർ? നമുക്കൊരു ട്രിഗർ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഉദാഹരണമായിട്ട് വെറുതെ ന്യൂസ് കേൾക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് നമുക്കറിയണം. അവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെയോ എന്തിന്റെയെങ്കിലും പേരിൽ നമ്മൾ ഏതെങ്കിലും ഒരു വശത്തേക്ക്, ഇടതോട്ടോ വലതോട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ എനർജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്കറിയാം. ചില സമയത്ത് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നവരാണെങ്കിൽ, ക്രോണിക് ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്രോണിക് ഫറ്റീഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള ഇൽനസ് തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നെയിം ഡൗൺ. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചു, നെയിം വറി, ഐ ആം വറിയിങ് നൗ, ഓർ ഐ ആം എന്താണ് മേക്കിംഗ് എ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ആങ്കർ ആണ് എനിക്കുണ്ടാകുന്നത്, ഫ്രസ്ട്രേഷൻ ആണ്, വാണ്ടിങ്, ബോർഡം, ഇങ്ങനെ എന്തും നമുക്കുണ്ടാകും. നെയിം ഇറ്റ്. ഓക്കെ, അതിനെ വിളിക്കുക, എനിക്ക് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പകുതി പ്രശ്നമെങ്കിലും നമ്മുടെ തീരും. ഓക്കെ. ദെൻ അടുത്തത്, നമ്മളുടെ തോട്ട്സ് അല്ലെങ്കിൽ ഈ ബിലീവ്സ്, നമ്മളുടെ ചിന്തകള്, അതുപോലെ നമ്മളുടെ വിശ്വാസങ്ങൾ, എന്ത് തന്നെ ഉള്ളതിനെ കുറിച്ചായിരിക്കും. മതങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ളതായിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ആ ബിലീവ്സ്, ഇങ്ങനെയുള്ളത് എന്ത് തരത്തിലുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എന്ത് സ്റ്റോറിയാണ് നമ്മളിൽ ബിൽഡപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ അറിയുക. അതായത് നമുക്ക് അതിനെ അറിയാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ വികാരം അല്ലെങ്കിൽ എന്റെ വിചാരം ഏത് തരത്തിലാണ് പോകുന്നതെന്നും, അതുകൊണ്ട് നമ്മൾക്ക് വ്യക്തിപരമായ നിലയിൽ നമുക്ക് എന്തുമാത്രം എനർജി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ സ്വയം ബോധമുള്ളവരാകുക. അതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. ഒരു വാർണിംഗ് സിസ്റ്റം, ഞാൻ പലപ്പോഴും ആരംഭം തൊട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ പഠിച്ചാൽ നമുക്കൊരു ഇയർലി വാർണിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, ഐ എം ഗോയിങ്.
ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായ ജഡ്ജ്മെന്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഇമോഷൻസിനെ ഞാൻ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പം ഒരാൾ ഇതിന് മാറ്റി ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ട്രിഗർ കാണുന്ന സമയത്ത്, അറിയുന്ന സമയത്ത് അതേക്കുറിച്ച് അവബോധമുള്ളവരാകുകയും അവർക്കത് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. ആ അക്സെപ്റ്റൻസോട് കൂടി അത് സബ്സൈഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ. ഇനി നമ്മളൊരു ഹാബിറ്റ് എനർജി നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് വറി ചെയ്യുന്ന അനാവശ്യമായിട്ട് നമ്മൾ ആൻഷ്യസ് ആകുന്ന അല്ലെങ്കിൽ വറി ചെയ്യുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ മേക്ക് എ വെരി സ്ട്രോങ് ഇന്റൻഷൻ. എനിക്കിത് മാറ്റണം എന്ന് പറയണം. അത് ആ ഒരു ഇന്റൻഷൻ നമ്മൾ തന്നെ എടുക്കണം, മറ്റുള്ളവരല്ല പറയുന്നത്. നീ ഇത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ ഒരു ഇന്റൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം വളരെ സ്ട്രോങ് ആയിട്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഓരോ പ്രായത്തിനനുസരിച്ച് എത്രയോ എന്താണ് നമ്മള് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും. ന്യൂ ഇയർ വരുമ്പോഴേക്കും ഒരു ഇതുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ജീവിതം തുടങ്ങണം. അങ്ങനെയല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എത്ര ഹാബിറ്റ്സിനെ നമുക്ക് മാറ്റണം എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും അതിന്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം കൂടി മാറ്റാൻ നോക്കിയാൽ അത് മാറിയല്ല. ഒന്നോ രണ്ടോ ഹാബിറ്റിനെ, ഇമോഷണൽ ആയിട്ടുള്ള ഹാബിറ്റിനെ നമ്മൾ അടുത്തറിഞ്ഞിട്ട് അതിന്റെ ആ നമ്പറിനെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി എടുക്കാൻ നമുക്ക്. പക്ഷെ നമ്മൾ അത് ഒന്നോ രണ്ടോ എന്നുള്ളത് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഈ ഒരു ഇൻവെന്ററിയുടെ അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രോഗ്രസ് നമുക്ക് എന്തുമാത്രം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു സെൽഫ് ഇവാലുവേഷൻ നമുക്ക് നടത്തണം. ഓക്കെ, ഞാൻ ഇന്നലെ ഇപ്പം എത്ര പ്രാവശ്യം അനാവശ്യമായി വറി ചെയ്തു, അത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ മൈൻഡ്ഫുൾ ജേർണലിംഗ് നമുക്ക് നടത്താം. അതിനുശേഷം ഇന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് നോക്കാം, നാളെ വരുമ്പോഴേക്കും നമുക്ക് ഇന്ന് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു 30 ദിവസമെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് എന്താണ് തുടരുക. അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി അവയർനെസ് ആകും. ദെൻ ആങ്കർ യുവർ മൈൻഡ്ഫുൾനെസ് ഹാബിറ്റ്സ് ടു ആൻ എസ്റ്റാബ്ലിഷ്ഡ് റൂട്ടീൻ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേറൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൊട്ടീനിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പം വറി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു പുതിയ ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്യേണ്ടി വരും. അത് ചിലപ്പം കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മുടെ സംസർഗം കൂട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ കേൾക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആ റിസോഴ്സുകൾ നമ്മൾ കണ്ടെത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ടേക്ക് എ ബേബി സ്റ്റെപ്പ്. അതായത് എടുത്തൊരു വലിയൊരു ചാട്ടമല്ല നമ്മൾ നടത്തേണ്ടത്. വലിയൊരു എടുത്തുചാട്ടത്തിലേക്ക് പോകരുത്. വലിയ സ്റ്റെപ്പ് ഇപ്പൊ തന്നെ ഞാനത് ശരിയാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള അല്ലാതെ ഒരു കൊച്ചു എങ്ങനെയാ നടക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്പ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ട് പോവുക. മേക്ക് എ പ്ലാൻ ഫോർ പൊട്ടൻഷ്യൽ ഓബ്സ്റ്റക്കിൾസ്. നമ്മളെ ഇതിനെതിരായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഇമോഷണൽ ഹാബിറ്റ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് പ്രതികൂലമായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ടൈം, ചിലപ്പോൾ ഒരു പക്ഷേ ഉദാഹരണം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നടത്തണമെന്ന് നമുക്ക് ആഗ്രഹം ഉള്ളവരുണ്ടാകും. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല, രാവിലെ കിട്ടുന്നില്ല, അല്ലെ വൈകിട്ട് കിട്ടുന്നില്ല, അല്ലെ വേറെ എന്തെങ്കിലും. ഇതൊരു പുതിയ ഹാബിറ്റാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, സിറ്റിംഗ്. അതൊന്നും നമുക്ക് സാധിക്കുന്നില്ല. പെയിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ വെതർ ആൻഡ് സ്പേസിന്റെ ഉണ്ടാകാം, കോസ്റ്റ് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ്, കോസ്റ്റ് ആൻഡ് ദെൻ സെൽഫ് കോൺഷ്യസ്നെസ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്, പ്രതിബന്ധങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. ദെൻ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് നമുക്ക് ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, സന്തോഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ തന്നെ സ്വയം റിവാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. 1-2 എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഉദാഹരണമായിട്ട് ഈ കറുത്ത ഇത് ഓൾഡ് ഹാബിറ്റ് ആണ്. നമ്മുടെ ഒരു ഓൾഡ് ഹാബിറ്റ്, ഫോർ എക്സാമ്പിൾ റിയാക്ടിങ് വിത്ത് ആങ്കർ. എന്ത് പറഞ്ഞാലും നമ്മൾ വളരെ ദേഷ്യപ്പെട്ടു അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവമാണ്. അങ്ങനെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ ന്യൂ റെസ്പോൺസ് നമ്മൾ കൊടുക്കാൻ, ഈ ഒരു ഇതിന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ന്യൂ റെസ്പോൺസ് എന്ന് പറയുന്നത്
3 mindful breaths or 5 mindful breaths. അപ്പോൾ ഒന്നാമത് ഓൾഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് റിയാക്ടിങ് വിത്ത് ആങ്കർ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതിനെ കുറിച്ച് അതിനൊരു ന്യൂ റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നത് ആ മൈൻഡ്ഫുൾ ബ്രെത്ത് വഴിയാണ്. നമുക്ക് അതിനെ കൂടുതൽ, അതായത് ഒരു ഇതുണ്ടാകുന്ന, ഒരു ട്രിഗർ ഉണ്ടാകുന്നെങ്കിൽ മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുക. ഇതിനടുത്ത ഒരു ഉദാഹരണമാണ് സ്ക്രോളിംഗ് സോഷ്യൽ മീഡിയ. നമുക്ക് വന്നു അതിന്റെ ന്യൂ റെസ്പോൺസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അതിങ്ങനെ നമ്മൾ അഡിക്ഷൻ ആയി മാറി. എനിക്കറിയാം പല ആളുകളും ഉണ്ട്, നമ്മളുടെയൊക്കെ 10, 70, 75 വയസ്സ് പ്രായമുള്ളവർ പോലും വളരെയേറെ ഈ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡന്റ് ആണ്. ഉദാഹരണം സീരിയൽ കാണുക. ഞാനിപ്പോ ആ ഒരു അതിനോട് ഞാൻ ഇതായിട്ട് പറയുന്നില്ല, പക്ഷെ എപ്പോഴും ഇങ്ങനെ അതിനോട് അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിങ്ങനെ കിട്ടുന്നത്, വായിക്കുന്നത്, ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന വീഡിയോകൾ അതെല്ലാം കാണുക. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പിലെ മെമ്പറുമാണ്. സ്ക്രോളിംഗ് സോഷ്യൽ മീഡിയ അങ്ങനെ അതിൽ, അല്ലെങ്കിൽ ആ അഡിക്ഷൻ ടു മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ വാക്ക് ഫോർ 2-3 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ് ഒരു വാക്ക് എടുക്കുക. അപ്പൊ എനിക്കതിങ്ങനെ എടുക്കണം പെട്ടെന്ന്. അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നമ്മളുടെ അടുത്ത് വെക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ജോലി, ഇപ്പൊ ഉദാഹരണമായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച്, വീട്ടമ്മയെ സംബന്ധിച്ച് അത് ലിവിംഗ് റൂമിൽ എവിടെയെങ്കിലും വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത് വെക്കാതിരിക്കുക. കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യർക്കുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കാൻ പോകുക, അല്ലെങ്കിൽ മറ്റുള്ള പല രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. ദെൻ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് അടുത്ത ഉദാഹരണം. അങ്ങനെയാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് അങ്ങനെ കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം റിപ്പീറ്റഡ് ലവിങ് അഫർമേഷൻ. ഒന്നും ശരിയാകില്ല, അല്ലെങ്കിൽ ഇതാണെന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, പുതിയതായിട്ട് ചെയ്യാവുന്ന റിപ്പീറ്റഡ് ലവിങ് അഫർമേഷൻ. ഓക്കെ, ഐ എം ഓക്കെ, അല്ലെങ്കിൽ എനിക്കിത് സാധിക്കും, അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ലവിങ് അഫർമേഷൻസ് നമ്മൾ കൊടുക്കുക. മറ്റൊരു എന്താണ്, ഒരു ഓവർ തിങ്കിങ് ആണ് നമ്മളുടെ ഹാബിറ്റ് എങ്കിൽ ഫോക്കസ് ഓൺ യുവർ ബ്രത്ത്. ജസ്റ്റ് 1 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് സാവധാനം ബേബി സ്റ്റെപ്പ് വഴി ഇങ്ങനെ നമുക്കിങ്ങനെ അതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞാണ്, ഈ ശനിയാഴ്ച 8-ാം തീയതി എൻ്റെ 3ാമത്തെ പുസ്തകമാണ് ആന്തരിക മൗനം, നമ്മുടെ അസ്തിത്വ സാരാംശം. ഈ പുസ്തകം വിയനയിൽ ആദ്യമായി ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അത് നാട്ടിൽ അത് ഈ മാസം തന്നെ ഉണ്ടാകും, പിന്നത്തെ ആഴ്ചയിലായിരിക്കും. കൃത്യ ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. 2 പുസ്തകം ഇത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതാണ്. പുതുതായിട്ട് ആരെങ്കിലും വന്നെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ ആണ്. ഈ 2 പുസ്തകത്തിന്റെയും കൂടി മൊത്തം ആകെയുള്ള വില എന്ന് പറയുന്നത് 700 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രീ പബ്ലിക്കേഷൻ പോലെ, അല്ലെങ്കിൽ ഇപ്പൊ അടച്ചു കഴിഞ്ഞാൽ 450 രൂപയ്ക്ക് 2 പുസ്തകവും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു പുസ്തകത്തിന്റെ വില, ഇതിന്റെ ഋതുമന്ത്രണങ്ങളുടെ 450-ഉം ഇത് 250-ഉമാണ് ഈ പുതിയ പുസ്തകത്തിന്റെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ 450 രൂപ അടച്ചാല് പോസ്റ്റേജ് വഴി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നിങ്ങളുടെ അതിന്റെ വാട്സപ്പ് നമ്പറും അല്ലെങ്കിൽ ജിപേ. ഓക്കെ, താങ്ക് യു. ആൻഡ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. സാറേ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഹാബിറ്റ് എനർജിയുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം അത് എന്തൊക്കെ രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് വളരെ എളുപ്പം മൈൻഡ്ഫുൾനെസ്സിലൂടെ അത് മാറ്റാൻ പറ്റുമെന്നെല്ലാം വളരെ കൃത്യമായി പറഞ്ഞു. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഇത് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകാതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആന്റണി സാറിന്റെ നമ്പർ ആണോ വാട്സപ്പിന്റെ അതിൽ കൊടുത്തേണത്? അല്ല, ഇത് നാട്ടിലുള്ള നമ്പറാണ്. ആന്റണി സാറിന്റെ നമ്പർ സാബു സാറ് ഇട്ട് തരാണ്ടാ. നല്ല സെഷൻ സാറ്. സാറിന്റെ ബുക്ക് അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ അത് അവൈലബിൾ ആകും. വേണം നമ്പർ. തരാം. ആലപ്പുഴയിലുള്ള ഷാജി സാറാണ്. ഈ പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ലോഞ്ച് ചെയ്യുന്നതിന്, പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ അയച്ചു തുടങ്ങാം. അതുകൊണ്ട് നിങ്ങൾക്ക്
ഇപ്പൊ തന്നെ ചോദിച്ചാലും ഞാൻ പറഞ്ഞ പ്രീ പബ്ലിക്കേഷൻ പുസ്തകം പ്രിന്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അയച്ചു തരും. നല്ല സെഷൻ സാറേ. മൈൻഡ്ഫുൾനെസ് നമുക്ക് കുറെ മുമ്പൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും സാറ് വളരെ നിർബന്ധപൂർവം ശരിയാക്കിയ തീരുന്നുള്ള ഒടുങ്ങാത്ത പ്രതിജ്ഞയോട് കൂടിയിട്ട് എല്ലാ ആഴ്ച എടുക്കുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ ചില സമയത്ത് തിരക്കൊക്കെ ആകുമ്പോൾ കോൺസെൻട്രേഷൻ പോയിരുന്നു. ഇപ്പം അത് വളരെ കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ശീലമുണ്ട്, നമ്മൾ ഇപ്പം നമസ്കരിക്കണ പോലെ സ്ഥിരമായി കുറച്ചു നേരം എക്സസൈസും മെഡിറ്റേഷനും ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് കേട്ടും നമ്മളത് ഉൾക്കൊണ്ടും നമ്മളെ ഫോക്കസിങ്ങും വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സാറിന് എൻ്റെ നന്ദി അറിയിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ്. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോയതിനു ശേഷം ഷെയറിങ് നടക്കും. എനിബഡി എൽസ്? ഓക്കെ. പുതുതായിട്ട് വന്ന ആരെങ്കിലും? സാജൻ, സിനോജ്. ഓക്കെ, എന്നോട് മെഡിറ്റേഷൻ പോകും സാർ. ഓക്കെ. കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യും. വൈകാരിക ശീലശക്തിയെ യഥാസമയം തിരിച്ചറിയുന്നതിനുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും സുഖകരമായ രീതിയിൽ ശരീരം അല്ലെങ്കിൽ നിലത്തോ ഇരിക്കുക. ധ്യാനം തുടങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിവെക്കാം. അതുപോലെ ഇരിപ്പിടത്തിലുള്ള സുഖകരമായ ഇരിപ്പിനുള്ള വസ്ത്രത്തിലോ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് സുഖകരമായ അല്ലെങ്കിൽ സുരക്ഷിതമായി തോന്നുന്നവയിൽ നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ സാവധാനം അടയ്ക്കാം. അല്ലെങ്കിൽ കണ്ണുകൾ പകുതി അടച്ച് മൃദുവായ ഒരു നോട്ടം നടത്തുക. നിമിഷം നിങ്ങളുടെ ശ്വാസത്തിന്റെ സ്വാഭാവികമായ താളം ശ്രദ്ധിക്കുക.
നമുക്ക് 3 പ്രാവശ്യം സാവധാനം ആഴത്തിൽ ശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. വീണ്ടും നമുക്ക് നമ്മളുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് ധ്യാനത്തിൽ വിടുകയാണ്. ഓരോ ശ്വാസനിശ്വാസങ്ങളിലും നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ കൂടുതൽ വിശ്രമിക്കുവാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു ധൃതി നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ അവയെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഇനി നമ്മൾ നമ്മളുടെ കുറച്ചുകൂടി ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശീലിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സുഖം നൽകുന്ന രീതിയിൽ 4 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. അതിനുശേഷം 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് നിങ്ങൾ വിശ്വസിക്കുക. ഇത്തരത്തിലുള്ള ഒരു ശ്വാസ താളത്തിലേക്ക് നിങ്ങൾ സാവധാനം നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ താളക്രമത്തെയും ഒരു ധ്യാനാത്മക ശ്വാസനിശ്വാസങ്ങളിൽ നിങ്ങൾ ബന്ധം പുലർത്തിയെന്ന് കരുതുന്നു. നിങ്ങളുടെ ശ്രദ്ധ സാവധാനം നമ്മളുടെ മനസ്സിലേക്ക്, മനോവ്യാപാരങ്ങളിലേക്ക് ഒന്ന് തിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ഉപരിതലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള ചിന്തകൾ, വൈകാരികമായ ശീലങ്ങൾ കടന്നു വരുന്നുണ്ടോ? അവയെ ശ്രദ്ധിക്കുക. ചിന്തകളെ നിങ്ങൾ ഒരു നിരീക്ഷകന്റെ മനോഭാവത്തോടെ നിരീക്ഷിക്കുക. അവയുടെ സാന്നിധ്യം തെറ്റാണെന്ന് നിങ്ങൾ വിധിക്കരുത്.
ഒരു കടലിൽ തിരമാല ഉയരുകയും താഴുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും നിരീക്ഷിക്കുക. അവയെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളറിയാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങളാണോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഉദാഹരണം, കോപം, അസൂയ, വൈരാഗ്യം, സംശയം, അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകളെ കുറിച്ചുള്ള അവബോധമില്ലായ്മ. ഇങ്ങനെ ഏതാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ചിന്ത നിങ്ങൾക്ക് നിയന്ത്രണാതീതമാണെന്നോ അല്ലെങ്കിൽ അസഹ്യമായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ ചിന്തയുടെ ബാഹ്യമായ പ്രകടനം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ തീർച്ചയായും ഏത് സമയത്ത് നിങ്ങൾക്ക് ആഴത്തിലുള്ള ശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ധ്യാനാത്മക ശ്വാസോച്ഛ്വാസത്തിലേക്കോ മടങ്ങിപ്പോവുകയും അവിടെ നിങ്ങൾ കൂടുതൽ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലൂടെ നിങ്ങളുടെ വികാര വിചാരങ്ങളെ നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയും. ഒന്നിനെയും നിഷേധിക്കാതിരിക്കുക. ഇവയെല്ലാം, എല്ലാ ചിന്തകളും വികാരങ്ങളും എല്ലാം ജീവിതത്തിന്റെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്വന്തമാക്കിയതാണ്, അറിഞ്ഞും അറിയാതെയും. ഏതെങ്കിലും ചിന്തകളെ പരിഹരിക്കാനായി ഇപ്പോൾ ശ്രമിക്കരുത്. നിരീക്ഷണം ഇത് മാത്രം, അല്ലെങ്കിൽ വിശ്വാസങ്ങളെ കുറിച്ചുള്ള അവബോധം. ഇങ്ങനെ നമുക്ക് ധ്യാനം തുടരാം. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വൈകാരികമായ ശീലം ഇപ്പോഴും നിലനിൽക്കുന്നെങ്കിൽ അതിനെ ശാന്തതയോടെ, സൗമ്യതയോടെ, മൃദുവായി പേര് ചൊല്ലി വിളിക്കുക. ഉദാഹരണമായിട്ട് നിങ്ങളിൽ പതിവായി ഒരു വിഷമ ശീലം
സ്വയം വിഷമിക്കുന്ന ശീലമാണെങ്കിൽ നിങ്ങൾക്കതിനെ വിഷമശീലം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിഷമശീലം എന്ന് നിങ്ങൾക്ക് വിളിക്കാം. സൗമ്യമാകുക, പേര് ചൊല്ലി വിളിക്കുക. നിങ്ങൾ എപ്പോഴും വിധിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, നിങ്ങളെ തന്നെയും മറ്റുള്ളവരെയും വിധിക്കുന്ന ശീലമാണെങ്കിൽ, ഇതെന്റെ വിധിശീലമാണെന്ന് നിങ്ങൾ അതിനെ നാമകരണം ചെയ്യുക. ജീവിതത്തിൽ ഒന്നും നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സംതൃപ്തി നൽകുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിനെയും ഒരു പേര് ചൊല്ലി വിളിക്കുക. ഇതെന്റെ അസംതൃപ്തിയുടെ വികാരമാണ്, അല്ലെങ്കിൽ ഇത് പോരാ എന്ന എന്റെ തോന്നലാണ്. സാവധാനം നമ്മുടെ ധ്യാനാത്മക ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ വരിക. കൂടുതൽ ശാന്തി, കൂടുതൽ സമാധാനം, അതുപോലെ ശാരീരികമായിട്ടുള്ള കൂടുതൽ സൗഖ്യം തീർച്ചയായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതും നിങ്ങൾ ആസ്വദിക്കുക. ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ നിങ്ങളുടെ ശീലമല്ല, നിങ്ങൾ നിങ്ങളുടെ ശീലത്തെ ശ്രദ്ധിക്കുന്ന ഉപബോധമാണ്. ശരീരവും ശാന്തമായ നിമിഷത്തിൽ നമ്മൾ അറിയാതെ നമ്മിലൂടെ കടന്നുപോയ ആ ശീലം, വൈകാരികമായ ശീലത്തെ ജിജ്ഞാസയോടുകൂടി തന്നെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിരീക്ഷിക്കുക. ഇത്രയും കാലം ഞാൻ അറിയാതെ പോലെ എന്നിലെ വൈകാരിക ശീലം അറിയുമ്പോൾ ഞാൻ തന്നെ കൂടുതൽ ജിജ്ഞാസയുള്ള ഒന്നായി മാറുന്നു. നിങ്ങളോട് തന്നെ കൂടുതൽ സ്നേഹം, കാരുണ്യം, ആർദ്രത ഇവ നൽകിക്കൊണ്ട് നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ വൈകാരികമായ ശീലം എന്നെ സംരക്ഷിക്കുന്നു, എനിക്ക് വൈകാരികവും മാനസികവും ശാരീരികവുമായ സുഖം നൽകുന്നു. ഇത് കൂടുതൽ കൂടുതൽ ഭയമാണോ എന്നിൽ സൃഷ്ടിക്കുന്നത്?
നല്ല ബന്ധങ്ങളെ ഇത് നശിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങി വരിക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ച്, പരിസരത്തെ കുറിച്ച് അവബോധമുള്ളവരാകുക. സാവധാനം നിങ്ങളുടെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ വളരെ സൗമ്യമായി ചലിപ്പിക്കുക. ധ്യാനം അവസാനിച്ചു. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. റോയ് സാറേ, സ്റ്റാർട്ട് ചെയ്യാമോ? സാർ അഡ്മിറ്റ്. നമ്മുടെ ഈ ഹാബിറ്റ് അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമല്ലേ നമുക്ക് മൈൻഡ്ഫുള്ളിലൂടെ മാറ്റാൻ ഒക്കുള്ളൂ. അപ്പൊ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരികയാണ് ഈ മൈൻഡ്ഫുള്ളിനോടെ പറ്റുമോ? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ പറയുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സ് മറ്റൊരാൾ പറഞ്ഞാണ്, മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്ന് അറിയുമ്പോഴല്ലേ നമുക്കത് മാറ്റാനുള്ള ആഗ്രഹം വരുള്ളൂ. അപ്പോഴേക്കും കോൺഷ്യസ് മൈൻഡിലേക്കല്ലേ വരുന്നേ. അത് അന്നേരമല്ലേ കോൺഷ്യസ് ചോദിച്ചു കഴിഞ്ഞോ സാറേ? നമ്മള് എല്ലാ ഇമോഷണൽ ഹാബിറ്റ്സും മറ്റുള്ളവരോട് പറയണമെന്നില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ മെന്റൽ ചാർട്ടറിങ് മറ്റുള്ളവർ അറിയണമെന്നില്ല. ചിലപ്പം അത് നമ്മളുടെ ആ ബിഹേവിയറിൽ ഒരുപക്ഷെ കണ്ടെന്ന് വരും, പക്ഷെ അത് വേറൊരാൾക്ക് അസ്വസ്ഥതയോ നീരസമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ആ നിരന്തരമായിട്ട് ആൻഷ്യസ് ആകുന്ന സ്വഭാവം, അല്ലെങ്കിൽ വറി ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ളത്, ഈവൻ അസൂയ പോലെ. അസൂയ മനസ്സിലാക്കാം, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ അത് വരുന്നു. ഇവിടെ നമ്മൾ അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല, നമ്മൾ തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നതും, നമ്മൾ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നതും, നമ്മൾ തന്നെയാണ് മാറ്റം വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവർ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ആവശ്യമെങ്കിൽ. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ തന്നെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്, ഇത് വരുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ് ആകുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഇത്രയും കാലം, ഒരുപക്ഷെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, നമ്മൾ വെറുതെ വറി ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു കാരണമില്ല, അകാരണമായിട്ട് വെറുതെ. അത് ആണെങ്കിൽ നമ്മൾ അറിയുന്നു, നമ്മൾ ഇപ്പൊ ഈ ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പുതിയ ഇൻഫർമേഷൻ ആയി പലർക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ പോകുന്നവർക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ, ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഞാൻ അറിയുന്ന നിമിഷത്തിൽ നമ്മൾ അതിനെ നമുക്കൊരു അറിവ് കിട്ടി. അതായത് ഇതെന്റെ ഒരു സ്വഭാവമാണെന്ന് ഞാൻ തന്നെ അറിയുന്നെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് അവയർനെസ്സോട് കൂടി പിന്നെ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതെപ്പോഴൊക്കെയാണ്, ഏതെല്ലാം കാര്യങ്ങളാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്, എന്തെങ്കിലും കാണുന്നതാണോ കേൾക്കുന്നതാണോ, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിന്ന സ്വഭാവമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം, അല്ലേ? പക്ഷെ നമ്മൾ എനിക്ക് ഭയങ്കര വറി ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഞാൻ
ആളാണെന്നുള്ള ആ ഒരു ചിന്തയല്ല വരുന്നത്. നേരെ മറിച്ച് എനിക്കിങ്ങനെയുണ്ട്, ഇതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. അപ്പൊ അത് മാറ്റാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നു. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം നമുക്ക് അത് ഒരു ദിവസം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ, ഒരാൾ വളരെ കമ്മിറ്റഡ് ആണെങ്കിൽ അയാൾക്ക് അത് എഴുതിയിടാൻ, ജേർണൽ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ, പിറ്റേ ദിവസം രാവിലെ ഓക്കെ. അയാൾക്ക് വേണമെങ്കിൽ അതേക്കുറിച്ച് ഒരു വീണ്ടും ഒന്ന് ചിന്തിക്കാം. തുടങ്ങുകയാണ് രാവിലെ അല്ലെ, ഒരു ദിവസം തുടങ്ങി അതെ. കഴിയുമ്പോഴേക്കും ഇപ്പോഴൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഹാബിറ്റ്, ഏത് ഹാബിറ്റ് ആണെങ്കിലും ഹാബിറ്റ് അത് വരുന്നു. ഇങ്ങനെയാണ് നമ്മൾ അതിനോട് എന്താണ് കൂടുതലായിട്ട് ബന്ധപ്പെടുന്നതും, അല്ലെങ്കിൽ അതിന്റെ ആ ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കുറേശ്ശെ ചെറുതായിട്ട് നമ്മുടെ ഇൻപുട്ട്. സാർ പറഞ്ഞത് കുറേശ്ശെ. ഓക്കെ. ഓക്കെ. ടേക്ക് എ ബേബി സ്റ്റെപ്പ്. ഓക്കെ, താങ്ക് യു സാർ. വേറെ ഇനി രാജു സാർ, ഉഷ മാം, നാസിം മാം, സാർ പറയൂ. ജോഷ് സാർ ഉണ്ടല്ലോ. ജോർജ് സാർ ഉണ്ടോ? ഉണ്ട് സാർ. താങ്ക് യു സാർ. പറയൂ. സാറേ, അന്ന് സാറേ ഒത്തിരി സന്തോഷം. വീണ്ടും ഒന്നുകൂടി കാണാനും ക്ലാസ് കേൾക്കാനും അവസരം കിട്ടി എന്നുള്ളത് വലിയ കാര്യം. സാർ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 2 കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞു. ഒന്ന്, മാതാപിതാക്കൾ തമ്മിലുള്ള ക്ലാഷ് നടക്കുമ്പോൾ പ്രതികരിക്കാനാവാതെ ശൈശവം മുതലേ ഇത് കണ്ട് വളരുന്ന കുട്ടികൾ. അതിൽ 3 കുട്ടികളെ എനിക്കറിയാം. 3 കുടുംബങ്ങളാണ്, പൊണ്ണത്തനിയന്മാര്. അത് വളരെ റിയൽ. 3 കുടുംബങ്ങളെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അവര് കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി ബഹളമാണ്. അത് ആ മക്കൾക്ക് കണ്ട് ഇങ്ങനെ നിർവികാരതയോടെ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ കുട്ടികൾ വല്ലാതെ തടിച്ചു, കണ്ട ഒരു പ്രകൃതം കെട്ട രൂപത്തിൽ തന്നെ ആയിപ്പോയായിരുന്നു. അതില് രണ്ടുപേര് ഗ്രാജുവലി കുറച്ച് ചേഞ്ച് വന്നു. ജിമ്മിലൊക്കെ പോയി വലിയ പാടുപെട്ടു. ഒരാൾ ഇപ്പോഴും നല്ല തടിയാ, ഒരു 30 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഒന്ന്. മറ്റൊന്ന്, സാറേ, ഈ പ്രഷർ ടു ക്രിയേറ്റ് എ ഗുഡ് ഇമേജ്, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി. അയ്യോ, അയാള് വെറുതെ പോകുന്ന പട്ടിയുടെ വാലെ പിടിച്ചു വലിക്കുന്ന ഒരു പ്രകൃതക്കാർ. ഒരു കാര്യമില്ല, അവിടെ ചെന്ന് ഇടപെടും. എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും. എന്നാന്ന് വെച്ചാൽ ജനശ്രദ്ധ കിട്ടണം പുള്ളി. അയാളുടെയും ഈ ശൈശവകാലത്ത് കുറച്ച് പേരുദോഷമൊക്കെ മാതാപിതാക്കൾ വഴി കേൾക്കാനിട വന്ന പുള്ളി. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ ബന്ധപ്പെടുത്തി, സാറ് പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ അതെല്ലാം നേരെ കണ്ടതുപോലെയുള്ള കാര്യങ്ങളായി എനിക്ക് ബോധ്യപ്പെട്ടു. ആ കാര്യം ഒന്ന് പറയുമായിരുന്നു. അത് ഒരു സത്യം, ശാസ്ത്രീയ സത്യമാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ഓക്കെ സാറേ, വളരെ സന്തോഷം. താങ്ക് യു സാർ. ഞാനത് ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് എന്റെ മനസ്സിലാരും ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞ, ഇങ്ങനെ ഞാനത് കണ്ടു ബോധ്യപ്പെട്ടു. ഞാനതിങ്ങനെ ലിങ്ക് ചെയ്ത് കാണാനോടെ വന്നു. 4 കുടുംബങ്ങളെ എനിക്ക് നേരിൽ അറിയാം. ഓക്കെ, താങ്ക് യു. ഉഷ പറയൂ. ഗുഡ് ഈവനിങ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നും പതിപോലെ സാറ് ഇമോഷണൽ ഹാബിറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള മൈൻഡ്ഫുൾനെസ്സിലെ മനോഹരമായിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് വന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, ഓരോരുത്തർക്കും വേറെ വേറെ ഇമോഷൻസ് ആണ്. എല്ലാവർക്കും പ്രത്യേകം ഹാബിറ്റ്സ് ആണ്. അവയെല്ലാം നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഉള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ചില ഹാബിറ്റ്സ്, ചില ഇമോഷൻസ് ഒക്കെ നമ്മളെ തന്നെ അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കാം. ഇപ്പൊ സെൽഫ് ടോക്കിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ, പിന്നെ നെഗറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്, അതുപോലെ അത് എപ്പോഴും നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക ഒക്കെ. അപ്പൊ നമ്മളിലുണ്ടാകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, അവയെ പേരിട്ട് വിളിക്കുക, പിന്നെ അവ എന്താണ് ട്രിഗർ ചെയ്യുക, പിന്നീട് അത് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലും ഓരോ വിഷയങ്ങളിലും നമുക്കിന്ന് അഗാധമായിട്ടുള്ള അറിവാണ് സാർ പകർന്നു തന്നത്. വലിയൊരു റിയലൈസേഷൻ, നമുക്ക് നമ്മളിലൂടെ തന്നെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക. ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
രാവിലെ തന്നെ അത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ മിനിമൈസ് ചെയ്യുക. അത് നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അത് വലിയൊരു മനസ്സാണ്. അത് റിയലൈസ് ചെയ്യുക, പിന്നെ നമുക്കത് മാറ്റാൻ കഴിയുക എന്നുള്ള ഒരു അവബോധം തന്നെ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് നിരന്തരമായ പ്രാക്ടീസിലൂടെ ഇത് നമ്മളെ മാറ്റിയെടുക്കാനും നമ്മളെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് ഈ ക്ലാസ്സിലൂടെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചത്. ആന്റണി സാറിന് ഒരുപാട് നന്ദി. മെഡിറ്റേഷൻ, പതിവ് പോലെ തന്നെ മെഡിറ്റേഷൻ നമുക്ക് വലിയൊരു അനുഭവമായിരുന്നു സമ്മാനിച്ചത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാബു സർ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഇനി ആരുള്ളത്? നസീമാം ഉണ്ടോ? സ്നേഹതമാം, ജോഷിമാം, സുനിത രാജ്, മാത്യു, രാജു സാർ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ ആന്റണി സാർ, അപ്പോൾ താങ്ക് യു. തീർച്ചയായിട്ടും ഹാബിച്വൽ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു പാർട്ട് തന്നെയാണ്. ഈ ഹാബിച്വൽ എനർജി അൺകോൺഷ്യസ് തലത്തിലായതുകൊണ്ട് ഇത് നമ്മുടെ ഹാബിറ്റ് ആണെന്ന് പോലും അറിയത്തില്ല. ബ്രെയിൻ ഇതുപോലത്തെ ഹാബിറ്റുകൾ വളരെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ ഹാബിറ്റുകൾ അത് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുന്ന പോലെ, ദേഷ്യം വരിക മാത്രമല്ല അത് ബിഹേവിയർ കാണിക്കുകയും ചെയ്യുന്ന സമയം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ കാലഘട്ടത്തിൽ കണ്ടോ, ഇന്നത്തെ ഒരു ന്യൂസിന്റെ പോസ്റ്റ് കണ്ടതാണ്. രണ്ട് കുട്ടികളെ പോലീസ് പിടിച്ച പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ മൊബൈൽ മേടിച്ച് വെച്ച മൊബൈൽ കണ്ടിന്യൂസ് കോളാണ്. കണ്ടിന്യൂസ് കോൾ, ഓരോ കോളും അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും പോലീസുകാർക്ക് വരുന്ന മെസ്സേജ് മുഴുവൻ കുട്ടികളുടെ ഭാഗത്തു നിന്നാണ്. കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കോർ എത്രയാണ്, ജോയിന്റ് ആയാലും മതി, പോസ്റ്റ് ഉണ്ടോ, ഹാൾട്ട് ഉണ്ടോ. വളരെ സിമ്പിൾ ലോജിക്കാണ്. സ്കോർ എത്രയാണ്, ജോയിന്റ് ആയാലും മതി, പോസ്റ്റ് ഉണ്ടോ, ഹാൾട്ട് ഉണ്ടോ. ഇത് എന്നാന്നറിയില്ല, ഈ സ്കോർ, ജോയിന്റ്, പോസ്റ്റ് എന്നാന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് പോലീസുകാർ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഇവര് ചെക്ക് ചെയ്തപ്പോൾ ഇവര് പറയുന്ന ഇതാണ്, ഇവര് ചോദിച്ചതിന്റെ ഇതാണ്, സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഞ്ചാവിന്റെ വില എത്രയാണെന്നാണ്. ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് സിഗരറ്റിലോ ബീഡിയിലോ നിറച്ചു കൊടുക്കാറുണ്ടോ എന്നാണ്. പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം എത്ര നേരം വെയിറ്റ് ചെയ്താലാണ് ഈ സാധനം കിട്ടുന്നതാണ്. ഹോൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ ഗോഡൌണോ വീടോ ഒക്കെ ചുമ്മാ അനാഥമായിട്ട് കിടക്കുന്ന ആ സ്ഥലത്ത് പോയി അവർ ഹോൾട്ട് ചെയ്ത് ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഹാബിച്വൽ എനർജിയുടെ പവർ നോക്കണേ. പ്രത്യേകിച്ച് ബ്രെയിൻ ഇതുപോലത്തെ ഈ അഡിക്റ്റീവ്സിനൊക്കെ പെട്ടെന്ന് ഹാബിച്വലായിട്ട് കീപ്പ് ചെയ്യും നമ്മുടെ മക്കളുടെയൊക്കെ ഭാവി. അപ്പൊ ഇതൊക്കെ മൈൻഡ്ഫുൾനെസ്സിലൂടെ മാറ്റാൻ സാധിക്കുമെന്ന് സാറ് പറയുമ്പോൾ അതിന്റെ ആ റിയാലിറ്റി എത്തേണ്ടവരിലേക്ക്, ഈ കുട്ടികളിലേക്കൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ബേസ്ഡ് ആയിട്ട് ഒരു മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. ഒരു 10-20 മിനിറ്റ് നേരം മെഡിറ്റേറ്റ് ചെയ്ത് മിക്കവാറും ഒരു 90% കുട്ടികളും കരയും. അപ്പൊ മെഡിറ്റേഷന്റെ പവർ ഇതാണ്. അവരിന്ന് ഏങ്ങലടിച്ച് കരയും. അവരുടെ അമ്മയെക്കുറിച്ചും അവരുടെ അമ്മയോ ചെയ്ത കാര്യങ്ങളും അവരുടെ അമ്മയൊക്കെ എതിരായിട്ട് നിന്നതും, അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഒരു പാട്ടൊക്കെ പാടി. അപ്പൊ ആ വ്യത്യാസം, അപ്പൊ ഈ നമ്മുടെ നോർമൽ ബിഹേവിയർ തലത്തിൽ നിന്ന്, തോട്ടിന്റെ കോഗ്നിറ്റീവ് തലത്തിൽ നിന്ന് എത്ര എളുപ്പം എന്നാണ് ഈ ഹാബിച്വൽ എനർജിയുടെ തലത്തിലേക്ക് കടന്നു പോകുന്നത്. ഇതൊക്കെ തിരുത്താൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ, ആരാണ് ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തേണ്ടത് എന്നൊക്കെ എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഈ തുടക്കകാലത്ത് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഷാബു സാർ, നമ്മുടെ പാട്ട് പഠിപ്പിക്കുന്ന ഷാബു സാർ നല്ല മനോഹരമായിട്ട് ഈ ഡ്രഗ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കും. ഒരു 3-4 ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. നിങ്ങൾ ആര് ചോദിച്ചിട്ടാണ് ഇതുപോലത്തെ ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, നിങ്ങൾ ഇതിന്റെ ഏജന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാന്നുള്ള രീതിയിലാണ് പുള്ളി വിളിക്കുന്നത്. അപ്പൊ നമ്മളിത് അത്രമാത്രം എന്താ പറയുക, അപ്പൊ ഇവിടെയൊക്കെയാണ് ഹാബിറ്റ് എനർജിയുടെ പവർ കൂടുന്നത്. കാരണം ഈ അഡിക്ഷൻസ് വന്നാൽ പെട്ടെന്ന് ബ്രെയിൻ അസംബന്ധനായി മാറും. എന്താ ചെയ്യാല്ലേ? എനിവേ, തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ്സിലൂടെയൊക്കെ അതിനൊരു നല്ല ചേഞ്ച് ഉണ്ടാകട്ടെ. ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് യുവത്വത്തിന്
അല്ലെ ഒരു ടീച്ചറോട് ചോദിച്ചില്ലേ, ഞാൻ വീട്ടിൽ പോയി അച്ഛനെ അമ്മയും വിളിച്ചോണ്ട് വരണം എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യൂടി എന്ന് ചോദിച്ച ഒരു കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് പോയി. അപ്പൊ ഇതൊക്കെ ഈ അഡിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒന്നും അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല നോർമൽ മനസ്സിൽ. അപ്പൊ എന്ത് തിരിച്ചു പറയും? ഇതുപോലെയല്ലേ സംഭവിക്കുന്നതുകൊണ്ടല്ലേ ഇന്ന് ഈ പത്രത്തിൽ കാണുന്നതെല്ലാം. ഇന്നിപ്പോ 2-3 ദിവസമായിട്ട് മാത്രമേ ഇത് കാണാത്തേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സാണ്. അപ്പൊ ഇവിടെ ഈ ഹാബിച്വൽ എനർജി എന്ന് പറയുന്നതിന്റെ പവർ ഭയങ്കരമാണ്. നമ്മൾ സാധാരണ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ 30 ദിവസവും 90 ദിവസവും ഒക്കെ കാത്തിരിക്കണം. ഇതിന് അത്ര സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്നാണ്. എനിവേ താങ്ക് യു സർ, താങ്ക് യു ആന്റണി സർ, വളരെ മനോഹരമായ. താങ്ക് യു. എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഗുഡ് താങ്ക് യു നൈറ്റ്. സർ. ഗുഡ് നൈറ്റ് സർ. ഓക്കെ, ബൈ.